പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെല്ലാം അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഗേറ്റ് പൂട്ടാതിരുന്നാൽ കള്ളം കയറും എന്നുള്ള പേടി അല്ലെങ്കിൽ പ്രശ്നം. ഗേറ്റ് പൂട്ടിയാലോ? മഴക്കാലത്ത് പൂട്ടിൽ വെള്ളം കയറി പൂട്ട് വേഗം തുരുമ്പിച്ച് നാശമാക്കുക, കൂടെ പൂട്ടും താക്കോലും മാറ്റി വാങ്ങേണ്ടി വരും. നല്ല ബലവും ഉറപ്പുമുള്ള പൂട്ടിന് നല്ല വിലയും കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കൂടെ പൂട്ട് മാറ്റുന്നത് ഒരു നഷ്ടമല്ലേ? നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറില്ലേ? ആ പ്രശ്നത്തിന് കീഴടങ്ങണോ അതോ അതിനൊരു പരിഹാരം കണ്ടെത്തണം? തുരുമ്പിച്ച് പൂട്ടുകൾ വേഗം നശിക്കുന്നു എന്നത് ഒരു പ്രശ്നം. എങ്കിലൊരു പരിഹാരവുമുണ്ട്. നിങ്ങൾക്കായി ഞാനൊരു പരിഹാരം നിർദ്ദേശിക്കും. ഈ പരിഹാരം എന്താണെന്ന് നോക്കാം. പരിഹാരത്തിന് വേണ്ട സാധനങ്ങൾ ആദ്യം കാണിക്കാം. ഒരു കുപ്പിയുടെ അടപ്പ് പ്ലാസ്റ്റിക് ആയിരിക്കണം. കുപ്പി ഭാഗം ഗ്ലാസ് കുപ്പിയോ പ്ലാസ്റ്റിക് കുപ്പിയോ മെറ്റൽ ടിന്നോ എന്തുമാവാം. അടപ്പ് പ്ലാസ്റ്റിക് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. തകരമായാലും വലിയ കുഴപ്പമില്ല. പൂട്ട് കൊള്ളുന്ന കുപ്പിയായിരിക്കണം. കുപ്പിക്കകത്ത് കയ്യൊന്നും ഇടേണ്ട ആവശ്യമില്ല. പൂട്ട് കൊള്ളുന്ന കുപ്പിയായിരിക്കണം. നിങ്ങൾക്ക് ഗേറ്റ് പൂട്ടാൻ ആവശ്യമായ പൂട്ട് തുറക്കാനുള്ള താക്കോലൂടെ വേണം കേട്ടോ. ഇനി ആദ്യ ദിവസത്തേക്ക് മാത്രമായി ഒരു കത്തി അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ചെറുതുപോലെ ഇച്ചിരി വലുതായിരിക്കണം, അല്ലെങ്കിൽ ഒരു കത്തി. ഇത്രയും മാത്രമാണ് ആവശ്യമായ സാമഗ്രികൾ. കുപ്പിക്കകത്ത് ഈ പൂട്ടിങ്ങനെ ഉൾക്കൊള്ളുന്നതായിരിക്കണം. ഈ താക്കോലും കൈ കൂടെ അകത്ത് പോകണമെന്നില്ല കേട്ടോ. പൂട്ട് പൂർണ്ണമായിട്ട് അകത്ത് വരണം, അത്രയേ ഉള്ളൂ. ഈ ഭാഗം മെറ്റൽ ടിന്നോ കണ്ണാടി കുപ്പിയോ ഒക്കെ ആവാം. അടപ്പ് എന്തായാലും പ്ലാസ്റ്റിക്കോ അറ്റ് ദ മോസ്റ്റ് തകരമായിക്കോട്ടെ. ഈ പ്ലാസ്റ്റിക് തുളയ്ക്കാനായിട്ടാണ് കത്തിയും അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ. ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് പൂട്ട് തുരുമ്പിക്കാതെ സംരക്ഷിക്കാനൊക്കുന്നത് നോക്കാം. ആദ്യം അടപ്പ് മാത്രം എടുക്കുക. അടപ്പ് മാത്രം എടുത്ത് ഗേറ്റിനടുത്ത് കൊണ്ടുവന്ന് ഗേറ്റിൽ നമ്മൾ പൂട്ടിയിടാൻ പോകുന്ന കൊളുത്ത് കടന്നു പോകത്തക്ക രീതിയിൽ ഇതിലൊരു അളവെടുത്ത് ഒരു സുഷിരമുണ്ടാക്കുക. തറയോട് അമർത്തി വെച്ച് കത്തി കൊണ്ടോ സ്ക്രൂ ഡ്രൈവർ വെച്ചിങ്ങനെ ഇടിച്ചോ ഇതിൽ ഹോളുണ്ടാക്കുക. അതിലിങ്ങനെ ഹോളുണ്ടാക്കുക. ഈ ഹോള് ഇത് കയറാൻ പര്യാപ്തമാണെന്ന് നോക്കണം. ഒരുപാട് ലൂസാകാതെ സൂക്ഷിക്കണം. അല്പം ടൈറ്റായിട്ട് ഇരുന്നോട്ടെ. ഇങ്ങനെ ഹോളിട്ട അടപ്പ് ഗേറ്റിലെ കൊളുത്തിൽ വയ്ക്കുക. ഇനി പൂട്ടിട്ട് പൂട്ടുക. ഇനി പൂട്ട് കുപ്പിക്കകത്ത് വരത്തക്ക വണ്ണം ഇത് കയറ്റി ഇങ്ങനെ അടയ്ക്കുക. മഴ പെയ്യട്ടെ, വെള്ളം കുപ്പിയുടെ വെളിയിൽ പൊക്കോളും. അകത്ത് പൂട്ട് നനയുന്നില്ല. വേനൽക്കാലത്ത് ഇതിൻ്റെ ആവശ്യമില്ല. മഴ പെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ രക്ഷിക്കുക. ഇനി പൂട്ട് തുറക്കേണ്ട സമയം വരുമ്പോൾ വന്ന് താക്കോലും കൊണ്ടുവന്ന് ഈ കുപ്പി അടപ്പ് പിടിച്ചുകൊണ്ട് തുറക്കുക. പൂട്ട് തുറക്കുക. ഈ അടപ്പ് ഇളക്കി എടുക്കുക. ഗേറ്റ് അല്ലെങ്കിൽ തുറക്കുക. ഒരു പ്രാവശ്യം ചെയ്താൽ ഒരു വർഷത്തേക്കെങ്കിലും ഇത് കേടാകാതിരിക്കും. ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ച് പഴകിയ കുപ്പി മതി. പുതിയ കുപ്പിയൊന്നും വേണ്ട. 5 പൈസ ചിലവില്ലാതെ നിങ്ങളുടെ വീട്ടിലെ പൂട്ടിനെ തുരുമ്പിക്കാതെ സംരക്ഷിക്കൂ. ദീർഘനാൾ ഉപയോഗിക്കുക. വർഷം തോറും കുപ്പി മാറുന്നത് നന്നായിരിക്കും. അത് ഉപയോഗിച്ച് പഴകിയ കുപ്പി മതിയല്ലോ. നമ്മൾ കണ്ടില്ലേ, ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഈ ക്ലാമ്പിൽ അടപ്പ് വെച്ചിട്ട് പൂട്ടിങ്ങനെ വെച്ചാണ് നമ്മൾ പൂട്ടുന്നത്. അപ്പോഴും കുപ്പി വെച്ചിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ലൂസായാൽ ചിലപ്പോൾ അതുവഴി മഴവെള്ളം കയറും. അതുകൊണ്ട് ഒരുപാട് ലൂസാകാത്ത രീതി ഇങ്ങനെ പൂട്ടിയിട്ടാണ് നമ്മൾ കുപ്പി വയ്ക്കുന്നത്. അതുകൊണ്ട് പൂട്ടിനകത്തിട്ട് പൂട്ടാൻ കൈ കൊള്ളണ്ടേ, അത്രയും വലിയ കുപ്പി വേണ്ടേ എന്ന് ആലോചിച്ച് ബേജാറാവണ്ട. പൂട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ കുപ്പി തിരുക്കി അടയ്ക്കുന്നു. തുറക്കാൻ നേരത്തെ എന്താ തിരുക്കി കുപ്പി തുറക്കുന്നു. ഇനിയാണ് പൂട്ട് തുറക്കുന്നത്. അതുകൊണ്ട് കുപ്പിക്ക് ഭയങ്കര വലിപ്പത്തിൻ്റെ ആവശ്യം ഇല്ല. കുപ്പിയുടെ പൂട്ടിൻ്റെ സൈസിനനുസരിച്ച് കുപ്പിയുടെ വലിപ്പം തീരുമാനിക്കുക. ഇങ്ങനെ ചെയ്യൂ. 5 പൈസ ചിലവാകാതെ
ഒരു 10 മിനിറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് പൂട്ട് വെള്ളം നനഞ്ഞ് തുരുമ്പിക്കാതെ സംരക്ഷിക്കൂ. ഓൾ ദ ബെസ്റ്റ്. വേഗം ചെയ്യും.